ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്ത. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഞാൻ ചിക്കൻ ആഡ് ചെയ്താണ് ഈ പാസ്ത ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പാസ്ത വേവിക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ച വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാസ്ത, 1 കപ്പ് പാസ്തയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പാസ്ത വെന്തു വരുന്നതിന് ഏകദേശം 10 to 15 മിനിറ്റ് വരെയാണ് എടുക്കാറുള്ളത്. പാസ്ത വെന്തോ എന്നറിയാനായിട്ട് നമുക്കൊരു സ്പൂൺ എടുത്ത് അത് 2ആയി കട്ട് ചെയ്ത് നോക്കാം. ഈസിയായി മുറിയുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നുള്ളതാണ്. ഇനി നമുക്കിത് ഡ്രെയിൻ ഔട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. പാസ്തയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്കിവിടെ കുക്ക് ചെയ്തെടുക്കാം. അതിനായി 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് ചെറിയ ക്യൂബ്സായി അരിഞ്ഞത്, ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീനും റെഡുമാണ്, അതും ചെറിയ ക്യൂബ്സായി അരിഞ്ഞത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അത് ജസ്റ്റ് ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്ത് എടുക്കുക. അതിനുശേഷം അതിലേക്ക് ക്യാരറ്റും 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ക്യാപ്സിക്കവും ഇട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 1 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് അതിലേക്ക് ചിക്കൻ ജസ്റ്റ് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡീപ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഈ ഫ്രൈ ആയ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി 1 ടേബിൾ സ്പൂൺ മൈദ, 50 ഗ്രാം ബട്ടർ, 1 കപ്പ് പാല്. ചൂടായ പാനിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ചൂടായതിന് ശേഷം അതിലേക്ക് മൈദയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. മൈദ ഒരു ഹാഫ് കുക്കായതിന് ശേഷം കുറേശ്ശെ പാലൊഴിച്ച് മൈദ ഒരു ക്രീമി പരുവമാവുന്നത് വരെ അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ വൈറ്റ് സോസിലേക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്ത് വെച്ച പാസ്തയും കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ല ക്രീമി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. പാസ്തയിൽ ഒറിഗാനോ ഫ്ലേവർ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ഈ പാസ്ത ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. ചിക്കൻ പാസ്ത ഇൻ വൈറ്റ് സോസ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ.